വർധനവ്, ഭീമമായ വർധനവ് കാണിക്കുന്നത്. നല്ല സ്ഥാനം കേരളം പൊതുവെ നേടിയിരിക്കുന്നു. നാം കാണേണ്ടത് ഇത്തരം നേട്ടങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത്തരം നേട്ടങ്ങൾ നമ്മൾ നേടുമ്പോൾ നമ്മളോടൊപ്പം സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ജനാധിപത്യ വ്യവസ്ഥയിൽ സംസ്ഥാനത്തോടൊപ്പം ഉണ്ടാകേണ്ട കേന്ദ്ര ഗവൺമെന്റ് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഈ പറയുന്ന കാര്യങ്ങളിൽ ക്രിയാത്മകമായ ആരോഗ്യകരമായ പങ്ക് കേന്ദ്ര ഗവൺമെന്റ് വഹിക്കാനായോ? ഏതൊരു സംസ്ഥാനത്തിൻ്റെയും വികസനം സംസ്ഥാനവും കേന്ദ്രവും കൂടി ചേർന്നാണ് നടത്തേണ്ടത്. പക്ഷെ നമുക്ക് അങ്ങേയറ്റത്തെ ദുരനുഭവമാണ്. നമ്മുടെ കാര്യത്തിൽ കേന്ദ്ര സഹായം ലഭിച്ചതേയില്ല. ഈ പറഞ്ഞ കാലയളവ് ഒരുപാട് ദുരന്തങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടി വന്ന കാലമാണ്. 2018 മഹാപ്രളയം, 19 അതിരൂക്ഷമായ കാലവർഷക്കെടുതി, അതിന്റെ തൊട്ടു പിന്നാലെ വലിയ കാലതാമസമില്ലാതെ ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ്, ഇതിനെല്ലാം മുൻപ് ഓഖി, നിപ്പ, എല്ലാം കൂടി തകരാൻ വേറൊന്നും വേണ്ട നാടിന്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുകയായിരുന്നു. നമുക്ക് സഹായം വേണമായിരുന്നു. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് പുറംതിരിഞ്ഞു നിന്നു, സഹായം നൽകാൻ തയ്യാറായില്ല. കേരളത്തെ നെഞ്ചേറ്റിയ ലോകത്തിലെ രാജ്യങ്ങളുണ്ട്. അവര് കേരളത്തിന്റെ ദയനീയാവസ്ഥ കണ്ട് ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു. ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന മറുപടി ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ മറുപടി. അതിന്റെ ഭാഗമായി നമ്മുടെ നാടിന് ലഭിക്കുമായിരുന്ന തുക ലഭിച്ചില്ല. ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് നരേന്ദ്രമോദി. നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്ത് ഗുജറാത്തിനൊരു വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നു. ഗുജറാത്തിനെ രാജ്യവും സഹായിച്ചു, ലോകത്തിലെ മറ്റു രാജ്യങ്ങളും സഹായിച്ചു. ആ സഹായങ്ങളെല്ലാം സ്വീകരിച്ച് ഗുജറാത്തിനെ പുതുക്കിപ്പണിയാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹം അവിടുന്ന് മാറി പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നു. അപ്പോഴാണ് കേരളത്തിന്റെ അവസ്ഥ വരുന്നത്. കേരളത്തിന് സഹായം തന്നില്ല എന്ന് മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായവരെ മുടക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ അനുഭവം, അതിക്രൂരമായ അനുഭവം. പിന്നീടും ദുരന്തങ്ങൾ അത് തന്നെ ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. എല്ലാവരും പ്രതീക്ഷിച്ചല്ലോ, പണ്ടൊക്കെ കിട്ടിയില്ലെങ്കിലും ഇത്തവണ എന്തായാലും കിട്ടും. സഹായിച്ചോ? ഒരു സഹായവുമില്ല. കേരളം രക്ഷപ്പെടരുത് എന്ന ഒരു നിലപാട്. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട മറ്റു വിഹിതങ്ങളുണ്ട്. അതിലൊന്നാണ് നികുതി വിഹിതം. നമ്മുടെ നാടിന്റെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ 2.5% നമുക്ക് കിട്ടുന്ന നികുതി വിഹിതം 1.9 എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം പോലും നമുക്കില്ല, വലിയ കുറവ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഈ കുറവുണ്ട്. നമുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തിന് വായ്പ എടുക്കേണ്ടതായിട്ട് വരും. സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെട്ടു, പരിധി നിശ്ചയിച്ചു. ആ പരിധി വെട്ടിക്കുറച്ചു. കേരളത്തിന് വായ്പ എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ ഉപയോഗിച്ചത്? നമ്മളെടുത്ത വായ്പയിൽ 90%-ലധികം
വികസന മൂലധന ചെലവിനാണ്, നാളത്തെ ഭാവിക്കാണ്. ആ മൂലധന ചെലവിലൂടെ നാളെ വരുമാനമുണ്ടാവും, കേരളം അഭിവൃദ്ധിയിലേക്ക് നീങ്ങും. അങ്ങനെ നിങ്ങൾ വികസിക്കണ്ട എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റിൽ. ഇവിടെ കിഫ്ബി മുഖേന നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത്